ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 31 ബലിദർപ്പശമനം ശ്ലോകം 5. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യ നിജദയിതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. യാചതി ഏവം യാചത്യേവം ച എന്നാണ് ജ നയിപ്പ് വരുത്. യതി സ ഭഗവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പൂർണ്ണകാമ അസ്മി പൂർണ്ണകാമോസ്മി സ അഹം സോഹം ദാസ്യാമി ഏവ ദാസ്യാമ്യേവ സ്ഥിരം ഇതി സ്ഥിരമിതി വദൻ സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാവ്യശബ്ദ അപി കാവ്യശബ്ദോപി ദൈത്യ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. വിന്ധ്യാവല്യ ന്ധ്യ എന്നുള്ളത് നാ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. നിജ ദയിതയാ ദത്തപാദ്യായ തുഭ്യം ഭ്യം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ചിത്രം ചിത്രം സകലം അപി സ സകലമപി സ പ്രാർപ്പയത് തോയപൂർവം പ്രാർപ്പയത്തോയപൂർവം അങ്ങനെ നിർത്താം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യ നിജദയിതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. അടുത്തത് 6ാമത്തെ ശ്ലോകം. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുജുഋഷയ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃഥദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നിസ്സന്ദേഹം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ദിതി കുല പദൗ ദിതി ദി എന്നുള്ളതിൻ്റെതാണ് ദയൽത്തെ ദിതി കുല പദൗ തൊയ് അശേഷാർപ്പണം തൊയ്യശേഷാർപ്പണം തത് വ്യാതന്വാനെ തദ്വ്യാതന്വാനെ. അത് അങ്ങനെ ചേർത്ത് ചൊല്ലുമ്പോൾ കുറച്ച് പ്രയാസമാവും ചൊല്ലാൻ, പിരിച്ച് ചൊല്ലിയാൽ മതി. തത് വ്യാതന്വാനെ മുമുജുർ ഋഷയ മുമുജുഋഷയ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. സാമരാ അവിടെ നീട്ടിയിട്ട് വിസർഗം. പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം തദിദം പശ്യതാം നീട്ടിയിട്ട് മുർക്കം. വിശ്വഭാജാം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിശ്വഭാജാം എന്ന് അവിടെ നിർത്തിയിട്ട് പിന്നെ അടുത്ത ലൈന് ചൊല്ലുകയാണെങ്കിൽ ഊന്ന് വരും. ഉച്ചൈരുച്ചൈരവൃഥദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഉച്ചൈർ ഉച്ചൈർ അവൃഥത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വൃ എന്നുള്ളത് വൃക്ഷത്തിൻ്റെ, അവധീകൃത്യ എന്നുള്ളതിൻ്റെ ധീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിശ്വാണ്ട് എന്നുള്ളത് ഉണ്ട് നാട് എന്നൊട്ട് മൂന്നണ്ട. ഭാണ്ഡം എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഉണ്ട് എന്നുള്ളത് ഊന്നണ്ട, നാഡ് ഊന്നാതെ ചൊല്ലണം. വിശ്വാണ്ട് ഭാണ്ഡം
ചേർത്ത് ചൊല്ലുമ്പോൾ വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃദ്ധവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുജുഋഷയഃ സാമരാः പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃദ്ധവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.